ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനിഷിപ്പ് വ്ളോഗ്സ്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. സാധാരണ നോർമൽ പ്രിൻസസ് കട്ട് ബ്ലൗസ്, ഫ്രണ്ട് ഓപ്പൺ, ബാക്കിനൊക്കെ ഇറക്കി വെട്ടിയ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ സിമ്പൽ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ മിസ്സാകാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസാണ് ഇടുന്നത്. അത് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോസാണ്. പാഠം 1 തുടങ്ങി ബ്ലൗസിൻ്റെ വീഡിയോസും, ലെസൺ 1 തുടങ്ങി ചുരിദാറിൻ്റെ വീഡിയോസും നമ്മൾ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ ഒരുപാട് പേര് കണ്ട് തയ്യൽ പഠിച്ചുകൊണ്ടിടുന്നുണ്ട്. അവർ പുതിയതായിട്ട് വരുന്നവർ, സ്റ്റിച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് കട്ടിങ് തുടങ്ങാം. എപ്പോഴും പോലെ നമ്മൾ ബാക്കാണ് ആദ്യം കട്ട് ചെയ്ത് തുടങ്ങുന്നത്. ബാക്ക് 13.5 ഇഞ്ച് ഹൈറ്റ്, ഷോൾഡർ നമുക്ക് 5.5 ഇഞ്ച് മതി. 5.5 ഇഞ്ചിൽ ഞാൻ സീം അലവൻസ് ഒന്നും ഇടുന്നില്ല. സ്റ്റിച്ചിങ് അലവൻസ് ഇടാതെ 5.5 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതേപോലെ കഴുത്ത് നമുക്ക് ഇവർക്ക് 9 ഇഞ്ച് കഴുത്ത് വേണേ. 9 ഇഞ്ച് കഴുത്ത് വേണമ്പം നമുക്ക് 2.25 ഇഞ്ചാണ് ഇവർക്ക് റെഡി അളവ് വേണ്ടുന്നത് നെക്കിൻ്റെ. അപ്പം ഞാൻ 2.5 ഇഞ്ച് നെക്ക് വെക്കുവാണ്. 2.5 ഇഞ്ച് നെക്ക് വെക്കുമ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ 2.25 ഇഞ്ച് ഉണ്ടാവും. അതേപോലെ 9 ഇഞ്ചാണ് ഇവരുടെ ഇറക്കം, നെക്കിൻ്റെ ഇറക്കം 9 ഇഞ്ച്. ഈ 9ൻ്റെ അടുത്ത് ഞാനൊരു 1/2 ഇഞ്ചും കൂടി 3.25 ഇഞ്ച് വൈഡിലൊരു മാർക്ക് കൊടുത്തേ. 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വൈഡ് മാർക്ക് കൊടുത്തു. ഇത് സ്ക്വയർ ആക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് സ്വീറ്റ് ഹാർട്ട് നെക്ക് എന്ന് പറയത്തില്ലേ, ഹാർട്ട് നെക്ക് എന്നൊക്കെ പറയല്ലേ, അതുപോലെ ഇങ്ങനത്തെ ഒരു നെക്കും വരഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഞാനിങ്ങോട്ട് 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. 5.5 ഇഞ്ച്. ഇവിടെ നെക്ക് നമുക്കിവിടെ ഇത്രയും വൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈക്കുഴിയൊക്കെ സൂക്ഷിച്ചെടുക്കണം. അതിനൊക്കെ കാൽക്കുലേഷൻ ഞാൻ പിന്നീട് പ്രിൻസസ് കട്ടിൽ പറഞ്ഞു തരാമേ. നെക്ക് ഇത്രയും വൈഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കൈക്കുഴിയുടെ അളവ് 5.5 കൊണ്ട് നിർത്തിയാൽ മതി. ഇതിൻ്റെ ഞാൻ വൈഡ് എടുത്തിരിക്കുന്നതും ഈ 5.5 ഒരേപോലെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് ഈ വീതിയുള്ള ഭാഗം വരും. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ വൈഡ് എടുത്ത് വന്നാൽ ഇവിടെ വരുമ്പോൾ നമുക്കിത് ഷോൾഡർ തീരെ കുറച്ച് വരും, ഈ ബാക്കിൻ്റെ പോർഷന്. അതുകൊണ്ട് ഇനി താഴെ ഇവിടുന്നാണ് ഞാൻ ഈ നെക്ക് ഇങ്ങോട്ട് വളച്ചേക്കുന്നത്. ഇവർക്ക് ചെസ്റ്റ് അളവ് 34 ഇഞ്ചാണ്. ബ്രസ്റ്റ് അളവ് 34 ഇഞ്ച് അളവ് പ്ലസ് 2 ഇഞ്ച് വെച്ചാൽ 36 ഡിവൈഡഡ് ബൈ 4 9 ഇഞ്ചാണ് ഇവരുടെ മെഷർമെൻറ്റ്. 9 ഇഞ്ച് 9 ഇഞ്ചസ്. ഇവർക്ക് ആം ഹോൾ 15 ഇഞ്ചാണ്. നമുക്ക് നോക്കാം ഇത് എത്രയും വരുന്നുണ്ടെന്ന്. 1.5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. 1 2 3 4 5 6 7 7.5 കറക്റ്റ് 15 ഇഞ്ച് കിട്ടി. ഇങ്ങനെ ഈ അളവ് മെഷർമെൻറ്റിൽ എടുത്താൽ ഇത് ഇവരുടെ കറക്റ്റ് മെഷർമെൻ്റ് ആണെന്നാണ് അർത്ഥം. ഇതിൻ്റെ കറക്റ്റ് ആം ഹോള് ഇതെല്ലാം കറക്റ്റ് ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ ഇതാണ് ഇവരുടെ കറക്റ്റ് മെഷർമെൻ്റാണിത്. ഇപ്പം നമുക്ക് ഇവരുടെ ഹിപ്പ് അളവ് 28 ഇഞ്ചാണ്. അപ്പം 28 ഇഞ്ചിൽ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പം 7 ഇഞ്ച്. നമ്മൾ 7 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തു. കൂടെ 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൊടുക്കാം. ഇത് രണ്ടും കൂടെ വരച്ചു. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് എടുക്കണം. ഇവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ നെക്ക് ഇതിൽ കട്ട് ചെയ്യുന്നില്ല. ഞാൻ ക്യാൻവാസ് വെച്ചാണ് നെക്ക് തയ്ക്കുന്നത്. അത് കാരണം ഇതിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാമേ. നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ക്യാൻവാസ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇവിടെ ഞാൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ഒരു നോച്ച് കൊടുത്തേക്കണം. തയ്ക്കുമ്പോഴപ്പോഴാണ് നമുക്കിതിൽ വെച്ച് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റത്തുള്ളൂ.
ഇപ്പം ഇവിടെ നോച്ച് കൊടുത്തു, ഈ സെൻറ്ററിൽ നോച്ച് കൊടുത്തു, ആം ഹോളിൽ നോച്ചുകൊണ്ട് ഇവിടെ ഇത്രയും നോച്ചുകൾ നമ്മളിട്ട് റെഡിയാക്കി വെച്ചേക്കണം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ടാണ് ഒത്തിരി നമുക്ക് പഠിക്കാനുള്ളത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുമ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് ചാർട്ട് പേപ്പറിലോ അതുപോലെ ന്യൂസ് പേപ്പറിലോ എന്തെങ്കിലും പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തുണി കറക്റ്റ് ചെയ്തിട്ട് വേണം തുണിയിൽ കട്ട് ചെയ്യാൻ. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് തയ്ക്കുന്നത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സീം അലവൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ പേപ്പറിൽ കട്ട് ചെയ്തെങ്കിൽ തുണിയിൽ നമ്മൾ അലവൻസ് എക്സ്ട്രാ ട്രേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, വരച്ച് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് തയ്ക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ബ്ലൗസുകളൊക്കെ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ ഈ തയ്ക്കുന്ന പോലെ 34, 32, 30 ഇഞ്ച് ബ്ലൗസുകളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റും കൂടെ കട്ട് ചെയ്യാം. അതിനും ചില വേറെ വിദ്യകളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. പേപ്പറിൽ തന്നെ കട്ട് ചെയ്യുക, അതായിരിക്കും ഫിനിഷിങ്. ആദ്യം നമ്മളൊരു 4 ഇഞ്ച് തുണി ഇവിടെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം പ്രിൻസസ് കട്ടിൽ മാർക്ക് കൊടുക്കാനേ. അത് നമ്മൾ ഇതുപോലെ 4 ഇഞ്ച് തുണി എടുത്തുകൊണ്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനൊരുങ്ങാൻ. അല്ലാതെ ഈ ഓരത്തിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് പ്രിൻസസ് കട്ട് ടൈറ്റ് ആകും. അതുകൊണ്ട് തന്നെ 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മളിതിൽ മാർക്ക് ചെയ്യാൻ. ഇപ്പം നമുക്കിത് ട്രേസ് ചെയ്യാം. ട്രേസ് ചെയ്യുന്നതിന് മുമ്പ് താഴെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. 1 ഇഞ്ചോ 1.5 ഇഞ്ച് കൂടെ വേണേലും കൊടുക്കാം. കാര്യം ഇതിൻ്റെ ഇറക്കം വെച്ചിട്ട് മുമ്പിൽ ഇച്ചിരി ഇറക്കം ഉണ്ടെങ്കിലായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൈ പൊക്കുമ്പോൾ ചിലർ പറയല്ലേ ഇവിടെ നിൽക്കുന്നില്ല, കൈ പൊക്കുമ്പോൾ ബ്ലൗസ് മേലോട്ട് പോകുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതിവിടെ ഫ്രണ്ടിലെ ഇറക്കം കുറവായതുകൊണ്ടാണ്. അതുകൊണ്ട് എക്സ്ട്രാ 1 ഇഞ്ച് ഇറക്കം നമ്മൾ ഇപ്പം പേപ്പറിൽ നമ്മൾ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ എപ്പോഴും പോലെ ഇത് ട്രേസ് ചെയ്തെടുക്കാമേ. ഞാനിത് ഡോട്ടിട്ട് ട്രേസ് ചെയ്തെടുക്കുക. പേപ്പറില്ല, തുണിയിൽ ഡയറക്റ്റ് നമ്മൾ വെട്ടുകയാണെങ്കിൽ ഈ അളവൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് തുണി ഇത് എടുത്തേക്കാം. അപ്പോൾ നമ്മളിതാണ് നമ്മൾ ട്രേസ് ചെയ്തെടുത്തേക്കുന്നത്. പേപ്പർ മടങ്ങിപ്പോകുന്നതിന് ഞാൻ ഇതൊക്കെ വെച്ചേക്കുന്നത്. പേപ്പർ റൗണ്ടിൽ ഉട്ടിക്കൊണ്ട് വന്ന പേപ്പർ ആയതുകൊണ്ട് അത് മടങ്ങിപ്പോകുന്നു. ഇപ്പം നമ്മൾ നെക്കിൻ്റെ അളവ് ഇതെല്ലാം ഇത് തന്നെ കറക്റ്റ്, ഇത് ഈ അളവ് തന്നെയാണ് എല്ലായിടത്തും. ഞാൻ ആദ്യം പെൻസിൽ വരച്ചിട്ട് ഞാൻ പിന്നെ പേപ്പറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, പെൻസിലോ പേനയിലോ വരച്ചിട്ട്. ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കാം. കഴുത്തിൻ്റെ ഇറക്കം എടുക്കാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച്, അതായത് നമ്മൾ തയ്ക്കുന്ന അളവ് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇവർക്ക് 7 ഇഞ്ചാണ് കഴുത്തിൻ്റെ അളവ് വേണ്ടുന്നത്, 7 ഇഞ്ചസ്. ആ 7 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ഓൾറെഡി നമ്മൾ 2.5 ഇഞ്ചാണല്ലോ എടുത്തേക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ 3 ഇഞ്ച് എടുക്കുവാണേ. മൂന്ന് ഇഞ്ച് എടുത്തിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന അതേ നെക്ക് തന്നെ ഇവിടെ ഞാൻ വരയ്ക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ നെക്ക് വരച്ചെടുത്ത ശേഷം ആം ഹോളിൻ്റെ എവിടെയും നമ്മളൊരു സ്ക്വയർ കൊടുത്തിട്ട് വെട്ടിയെടുക്കുക. ആം ഹോളിൻ്റെ ഇവിടെ സാധാരണ ബ്ലൗസ് പോലെ നമ്മൾ 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊന്നും വെട്ടണ്ട, ഒരു 1/4 ഇഞ്ച് വെട്ടിയാൽ മതി. അത് ഈ മേളിൽ നിന്ന് കൊണ്ടുവരണം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൽ ഈ ടക്കൊന്നും അധികം ഇല്ലാതെ ഷാർപ്പായിട്ട്, ജസ്റ്റ് ഷാർപ്പായിട്ടില്ലാതെ ചുരിദാർ ഇട്ട പോലെ ഇരിക്കാൻ വേണ്ടിയാണ്. പിള്ളേരൊക്കെ ബ്ലൗസ് ഇടുമ്പോൾ ഇപ്പോൾ സാരി ഉടുക്കുന്നതൊക്കെ നമ്മൾ സാരി ഉടുക്കുന്ന പോലെ എല്ലാം കവർ ചെയ്തൊന്നും അല്ലല്ലോ, നല്ല എക്സ്പോസ് ആയിട്ടല്ലേ അവരൊക്കെ ഇപ്പോൾ സാരി ഉടുക്കുന്നത്. അപ്പോൾ അത് ഷാർപ്പായിട്ട് വൃത്തികേടായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രിൻസസ് കട്ട് തയ്ക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് മേളിലോട്ട് പോയിട്ട് ഇവിടെ ഷാർപ്പാവും. അതുകൊണ്ടാണ് ഇവിടെ ഒരു 1/4 ഇഞ്ച്, ആ ചുരുക്കം ഒന്ന് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു 1/4 ഇഞ്ച് മാത്രം നമ്മൾ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ടക്കിൻ്റെ പോയിൻ്റ് എടുക്കണം. ഇവർക്ക് 9 ഇഞ്ചാണ് പോയിൻ്റ്. ഞാൻ ഈ ബ്ലൗസിൽ
ഒരു 9.5 ഇഞ്ച്, ഒരു അര ഇഞ്ച് ഇറക്കി നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇറക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു അര ഇഞ്ച് ഇറക്കി എടുക്കുമ്പോൾ ഇത് ഇച്ചിരിയുടെ വൃത്തിയായിട്ട് നല്ല ഷേപ്പിൽ ആ ഒരു മുഴുക്കെന്ന് നിൽക്കും. ബ്ലൗസ് നല്ല ഷേപ്പ് കിട്ടും. അതിനു വേണ്ടി നമ്മൾ ഒരു അര ഇഞ്ച് താഴോട്ട് ഇറക്കി 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തേക്കുവാണേ. പിന്നെ ഇവരുടെ ടക്കിൻ്റെ ഹൈറ്റ് 12 ഇഞ്ചാണ്. 12 ഇഞ്ച്. ആ 12ലും ഒരു മാർക്ക് കൊടുത്ത് അവിടെ ഒരു ലൈൻ കൊടുത്തേക്കാം. അവിടെ ഒരു ലൈൻ കൊടുത്തു. പിന്നെ നോക്കണത് ഇവരുടെ പോയിൻ്റാണ് നോക്കേണ്ടത്. പോയിൻ്റ് ഇവർക്ക് 34 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളാണ്. ഇവർക്ക് 7 ഇഞ്ചാണ് അവരുടെ ചെസ്റ്റിൻ്റെ പോയിൻ്റ്. അപ്പം നമ്മൾ 7 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. കാരണം നമ്മൾ 4 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഹൂക്ക് തയ്ക്കാനുള്ള എക്സ്ട്രാ നമ്മളിവിടെ ഇട്ടുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 3.5 ഇഞ്ച് എടുത്താൽ മതി. കറക്റ്റായിട്ട് 3.5 ഇഞ്ച്. ഇവിടെ എടുക്കുമ്പം 3 ഇഞ്ച് എടുക്കുക. അര ഇഞ്ച് ഇങ്ങോട്ട് തള്ളിയെടുക്കുക. ഒരു തയ്ക്കുമ്പോൾ വരുന്ന ഒരു ഷേപ്പിന് വേണ്ടിയാണ് ഇത്. സാധാരണ എല്ലാവരും ഈ 3.5 തന്നെ എടുക്കുന്നത്. പക്ഷേ തയ്ക്കുമ്പോൾ ഒരു നല്ല ഷേപ്പ്, ഒരു ഒഴുക്ക് കിട്ടണമെങ്കിൽ നമ്മളിവിടെ ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് ബാക്കിലോട്ട് എടുത്ത്, അതായത് ഇത് 3.5 എടുത്തെങ്കിൽ ഇവിടെ 3 എടുത്താൽ മതി. കറക്റ്റായിട്ട് ആ തയ്ച്ച ആ പ്രിൻസസ് കട്ട് ഇങ്ങനെ പോകാവുന്നത് ഒരു ഇച്ചിരിയുടെ വൃത്തിയായിട്ട് വരാൻ വേണ്ടിയാണ് ഈ അര ഇഞ്ച് ഇങ്ങോട്ട് ഞാൻ തള്ളിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇതിനൊരു ലൈൻ കൊടുക്കാം. ഇവിടുത്തെ ഇവിടെ എടുത്തേക്കുന്ന ആ 3 ഇഞ്ച് തന്നെ ഇവിടെ എടുക്കുക. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഇവരുടെ ടക്കിൻ്റെ അളവ് 2 ഇഞ്ചാണ് ഞാൻ ഇവിടെ ടക്ക് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ഇഞ്ച്. 1.5 ഇഞ്ച് പിടിച്ചാലും മതി. അപ്പം ടക്ക് കൂടുതൽ നമ്മൾ ടക്ക് പിടിക്കുവാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഒരു ഷേപ്പ് കിട്ടും. ഒരു ഇച്ചിരൂടെ നല്ല ഒത്തിരി അമുങ്ങിയിരിക്കാതെ ഇച്ചിരൂടെ ഷേപ്പ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ഈ 2 ഇഞ്ച് എടുത്തത്. അതേപോലെ ഇവിടെയും 2 ഇഞ്ച് എടുക്കുക. ഇവിടെ നമ്മൾ 2 ഇഞ്ച് എടുത്തപ്പം ഇവിടെ നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇവിടെ 2 ഇഞ്ച് നമ്മൾ ടക്ക് പിടിച്ചെങ്കിൽ ഇവിടെ നമ്മൾ 2 ഇഞ്ച് ഇങ്ങോട്ട് എക്സ്ട്രാ എടുക്കണം. അതിപ്പോൾ തന്നെ അങ്ങ് മാർക്ക് ചെയ്തേക്കാമേ. കണ്ടോ? ഇവിടെ നമ്മൾ 2 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ ടക്ക് പിടിച്ചേക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് നീക്കിയെടുത്തു. ഓക്കെ. ഇപ്പം ഇത് ആക്ച്വലി ഇത്രയും ഭാഗം, അതായത് നമ്മുടെ ഈ 12ന് താഴോട്ടുള്ള ഈ സൈഡ് നമ്മൾ വേസ്റ്റ് ബെൽറ്റിൻ്റെ ഒരു എന്ത് യൂസ് വരുന്നോ അതുപോലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ വന്ന് അണ്ടർ ബ്രസ്റ്റിൻ്റെ അടിയിൽ വന്ന് നന്നായിട്ട് ഇങ്ങനെ ചെസ്റ്റിനെ ഇങ്ങനെ പിടിച്ച് നിർത്തുകയാണ് ഇത്രയും ഭാഗം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. ഇത് കറക്റ്റായിട്ട് ഇത് നേരെ അങ്ങ് വെട്ടുക. എന്നിട്ട് ഇവിടുന്ന് ഒരു അര ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് അതേപോലെ ഒരു അര ഇഞ്ച് മേളിലോട്ട് ഇങ്ങനെ വന്ന് ഒരു റൗണ്ടിൽ ഇവിടെ വരുമ്പം ഒരു റൗണ്ടിൽ ഇങ്ങനെ പോരുക. ഇതായിരിക്കണം നമ്മളുടെ കപ്പിൻ്റെ ഷേപ്പ്. പക്ഷെങ്കിൽ ഇത് ഒരു ചെസ്റ്റ് സൈസൊക്കെ വലിയതായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പിടിക്കുന്നതിലും സാധാരണ നമ്മൾ നോർമൽ പിടിക്കുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളപ്പം ഇങ്ങനെ വലിയ ചെസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെ നേരെ തന്നെ ടക്ക് പിടിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയുമാണ് ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഇതുകൊണ്ടൊന്നുകൂടെ വരച്ച് കാണിക്കാമേ. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതുവരെ പ്രിൻസസ് കട്ട് ആയിട്ടില്ലല്ലോ. പ്രിൻസസ് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഒരു അര ഇഞ്ച് ഈ കോർണറിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു മാർക്ക് കൊടുക്കുക.
കണ്ടോ? നമ്മൾ ആം ഹോളിൻ്റെ ടക്ക് പിടിക്കുന്നത് പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച്, ഏകദേശം നമ്മൾ സാധാരണ ബ്ലൗസിന് ടക്ക് വരുന്ന പോലെ തന്നെ ഒന്നര ഇഞ്ച് വരെ അത് വന്ന് അവിടെ നിൽക്കും. കണ്ടോ? ഇവിടെ 1.5 ഇഞ്ച് വരെ ഈ ടക്ക് വന്ന് മനസ്സിലായോ? ഇപ്പം ഇവിടെ നമ്മൾ 2 ഇഞ്ച് പിടിച്ചു. ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഈ സ്ക്വയർ വരുന്ന ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് തള്ളി ഇവിടോട്ട് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ലൈൻ കൊടുത്തു. അവിടെ എപ്പം പോലെ 1/4 ഇഞ്ച് നമ്മൾ 1/4 ഇഞ്ച് ടക്ക് നമ്മൾ ആം ഹോൾ ടക്ക് പിടിക്കുമല്ലോ, അത് മാർക്ക് ചെയ്ത്. ഇപ്പം നമ്മുടെ പാറ്റേൺ കഴിഞ്ഞു. ഇപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഈ ഭാഗം നമ്മളിവിടെ എക്സ്ട്രാ തീർച്ചയായിട്ടും ഉണ്ടാകണം, ഇതിൽ കട്ട് ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പം ഞാൻ കട്ട് ചെയ്യുവാണേ. ആദ്യം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഫുള്ളിങ്ങനെ കാണിക്കുന്നത്. കട്ട് ചെയ്യാതെ കൂടെ ടൈം ആയാലും ഫുള്ള് കാണിച്ചു തരുന്നത് വീണ്ടും വീണ്ടും ഡൗട്ട് ഉണ്ടാകാതിരിക്കാനാണ്. അതിന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണുമ്പം നിങ്ങൾക്ക് പകുതി ഇതിൽ നിന്ന് കിട്ടത്തില്ല. നമ്മൾ പഠിപ്പിക്കുന്ന പകുതിയും ഇതിൽ നിന്ന് കിട്ടത്തില്ല. അതേപോലെ എപ്പോഴും പോലെ നമ്മൾ ഫ്രണ്ട് അരയിഞ്ച് വെട്ടുമല്ലോ, അത് ഇങ്ങനെ അങ്ങ് വെട്ടിയെടുക്കണം. കണ്ടോ? ഇവിടെ വെട്ടിയെടുക്കണം. അതേപോലെ നമുക്ക് ബാക്കിൽ ഇത് വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പം ഇവിടെ എത്ര ഹൈറ്റ് വരുന്നോ അത് മതി നമുക്ക്. കണ്ടോ? ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടോ? ഇതും ഇങ്ങനെ ശരിയാക്കി എടുക്കണം. എങ്കിലേ നമുക്ക് തയ്ക്കുമ്പോൾ ഈക്വലായിട്ട് വരത്തുള്ളൂ. ഇപ്പം കറക്റ്റായിട്ട് ബ്ലൗസ് വന്നേ കണ്ടോ? ഇത് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വെച്ച് നമ്മൾക്ക് തുണി കട്ട് ചെയ്യാനായിട്ട് ഈ തുണി എടുത്ത് വെച്ച് ഈ പീസിനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെല്ലാം ഇപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുവാണേ. നമ്മളിതെല്ലാം ഔട്ട്ലൈൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കണം. ഇത് ജോയിൻ ചെയ്യണമല്ലോ. അതിന് നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് 2 സൈഡിലും 1/2 ഇഞ്ച് തീർച്ചയായിട്ടും എടുക്കണം കേട്ടോ. നമ്മൾ 1/2 ഇഞ്ചിൽ പിടിക്കണം. ഇത് തീർച്ചയായിട്ടും 1/2 ഇഞ്ച് എടുക്കണം. 1/4 ഇഞ്ചൊക്കെ എടുത്താൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് എങ്ങനെയായാലും 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് മിനിമം നമുക്ക് തയ്ക്കാൻ വേണം. അപ്പം അത് നമുക്ക് കുറവായി പോകും. തയ്ച്ച് വരുമ്പം ബ്ലൗസ് കപ്പ് അമുങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് തീർച്ചയായിട്ടും ഇടണം. ടൈറ്റ് ആയാലും അപ്പുറമൊക്കെ ലൂസ് ചെയ്യും, പക്ഷേങ്കിൽ കപ്പിൻ്റെ ടൈറ്റ്നെസ് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളിപ്പം 1/2 ഇഞ്ച് 2 സൈഡിലും ഇട്ട് ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നോച്ച് കൊടുത്തു, ഇവിടെ നോച്ച്. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്യാമേ. കട്ട് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പോലെ തുണി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ ഈ പിസറം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് തുണി ജോയിൻ ചെയ്യാനായിട്ടുള്ള 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, ഇവർക്ക് 5 ഇഞ്ചാണ് കയ്യ്, 5 ഇഞ്ച് കയ്യ്. ഇവിടെ 5 ഇഞ്ച് എടുക്കുക. ക്യാപ് സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 3 ഇഞ്ച്, അതായത് ഇവിടെ ഒരു 2 ഇഞ്ച് മിനിമം ഇറക്കം വേണം കൈക്ക്. ക്യാപ് സ്ലീവ് ഇങ്ങനെ താഴെ വരെ വേണേലും കൊണ്ടുവരാം. ഇപ്പോൾ ഇത് ബ്ലൗസിനും ആയതുകൊണ്ട് ഇച്ചിരി ഫ്രീ ആയിരിക്കുന്നത്, ഇടാൻ ഫ്രീ ആയിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്താലായിരിക്കും. അപ്പം നമ്മളിവിടുന്ന് ഇപ്പോൾ ഇവർക്ക് 15 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ എടുത്തത്. അപ്പോൾ ഇവിടുന്ന് 7.5 ഇഞ്ച് എടുത്തു. 11 ഇഞ്ചാണ്, 5.5, ഒരു 1/2 ഇഞ്ച് ചേർത്ത് 5.75 വെക്കുവാണ്. അതായത് ക്യാപ് സ്ലീവ് ഇച്ചിരി ലൂസായിട്ട് ഇരുന്നാലായിരിക്കും കാണാൻ ഭംഗി, അതുകൊണ്ട് 5.75. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതാ ചെറിയൊരു ഷേപ്പ് മതി. ഇവിടുന്നേ എടുത്ത് വരണം ഷേപ്പ്. അതേപോലെ ക്യാപ് സ്ലീവിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് മേളിലോട്ട് കയറ്റി കട്ട് ചെയ്യണം. അപ്പോഴേ ക്യാപ് സ്ലീവ് ആ റൗണ്ടിൽ കൈ നിൽക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഇതാ ഇങ്ങനൊരു റൗണ്ടിൽ കട്ട് ചെയ്യണം. അപ്പോഴായിരിക്കും ക്യാപ് സ്ലീവ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇടുമ്പോൾ ബോഡിയിലിടുമ്പോൾ ഒരു ഫിനിഷിങ് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി അങ്ങനെ ഇതാ എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, ഫ്രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്യണം. കൈയും കഴിഞ്ഞു, ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ്. നെക്ക് വെട്ടിയിട്ടില്ല, നെക്ക് തയ്ക്കുമ്പോൾ വെട്ടാനാണ്. കട്ടിങ് സ്റ്റിച്ചിങ് കാണുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മൾ എല്ലാത്തിൻ്റെ സ്റ്റിച്ചിങ് ഇടുന്നില്ലല്ലോ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ കാണിക്കാമേ.